പിന്നെ എന്തല്ല ചങ്ങായിമാരെ വർത്താനം ഉഷാറല്ലേ? ഇത് നമ്മളെ ജിങ്ക്രു ഫുഡിന് വേണ്ടി ഇങ്ങനെ കച്ചറുണ്ടാക്കേണ്ടത്. അതാണ് ബോസിൻ്റെ കൂടൊക്കെ ഉണ്ട്. ബോക്സിൽ ഫുഡ് കഴിക്കുള്ളൂ, ചൂടാവുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ പരിപാടികളൊക്കെ ഇങ്ങനെ ചാനൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതാണ് നമ്മളെ കൃഷിത്തോട്ടം. സീതച്ചക്ക, ചക്കപ്പയം, കരുവേപ്പിൻ്റെ തൈ, പിന്നെ കർമൂസ 3 വർഷമായി കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ വളർന്നു വരും. വെട്ടി കൊടുക്കും, കായ് ഉണ്ടാവില്ല. ആദ്യമൊന്നും കുഴിച്ചിട്ട് എവിടെ ഇനി. പിന്നെ ഇത് കരുവേപ്പിൻ്റെ തൈ, മുരിങ്ങ, ബൾബറി കൂടെ ഇങ്ങനെ പോകുമ്പോൾ വേറൊരു വ്യത്യസ്തമായ കാഴ്ചകൾ കാണിച്ചില്ല. ഇത് ഈ സാധനം ഞാൻ ഇവിടെയാണ് അധികം കണ്ടിട്ടുള്ളത്. ഈ ഒരു ഏരിയകളെ ഉണ്ടാവുള്ളൂ. കാരണം ഇത് ഏത് കാലാവസ്ഥയിലും ഇത് ഉണ്ടാവും, എവിടെ ഉണ്ടാവും. വെള്ളം വേണ്ട, എന്താ ഫുഡ് നേരെ അറിയില്ല. ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ, വ്യക്തമായി എനിക്കറിയില്ല. അത് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകതരം വണ്ടാണിത്. ഈ വണ്ടിനുണ്ടൊരു ചരിത്രം. ഞാൻ എൻ്റെ കഫീനോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടെ പോകുമ്പോൾ ആ മുളകൊക്കെ നട്ടുവെച്ചിന്. നല്ല പച്ചമുളകാണ്, അത് ഉണ്ടാക്കാനുള്ളതാണ്, ആയിട്ടില്ല. പിന്നെ ഒരു മാത്തൈ ഉണ്ട്. മാത്തൈ ഇതേക്കെട്ട് ഇവിടെ നമ്മൾ തിന്ന് കുരു കുഴിച്ചിട്ട് ഈ വലുപ്പത്തിലെത്തിന് ഒരു 3 വർഷത്തോളമായി. പിന്നെ ഇതാണ് നമ്മളെ മുന്തിരിയൊക്കെ സെറ്റപ്പായി ഉണ്ടായവരുണ്ട്. വെയിലിൻ്റെ ചൂടുകൊണ്ട് വാട്ടം തുടങ്ങിയെന്ന്. വേറെ വ്യത്യസ്തമായ കാഴ്ച കാണിച്ചിട്ടുണ്ട്. ഇത് 2 ആഴ്ച മുന്നേ ഇവിടെ വന്ന് കൂട് കൂട്ടിയ ഒരു സംഗതിയാണ്. തേനീച്ച, ചെറുതേനീച്ച അല്ല, ഇടത്തേനീച്ച, എല്ലാവരും കോൽത്തേനീച്ച എന്നൊക്കെ പറയും. അപ്പോൾ തേനൊക്കെ എടുക്കാനുള്ളൊരു പരിപാടി ഉണ്ട് ഇവർ. ഇതിൻ്റെ ചെറിയൊരു രൂപങ്ങൾ കാണിച്ചില്ല. ഏകദേശം കണ്ടോ, തേനൊക്കെ ഫില്ലായി വരുന്നുള്ളൂ. അത് കാണണ്ടോ എന്നറിയില്ല. ചിലയിടങ്ങളിലൊക്കെ തേന കാണാം. ചെറിയൊരു കൂടാണ്, ചെറിയ കൂടുതലാണ്. 2 ആഴ്ചയായിട്ട് പണി ചെയ്താൽ ഈ ലെവലിൽ എത്തിന് പണി. ഇനി സെറ്റാക്കും. റാണി ഇവിടെ ഉണ്ടാവും. റാണിനെ കാണിച്ചില്ല എനിക്ക്. ഇതാണ് റാണി, കണ്ടല്ലോ. ഉണ്ടോ? ഇനിയിപ്പോൾ ഒരു 1.5 മാസം കഴിയുമ്പോൾ ആൾ സെറ്റാവും. സെറ്റായിട്ട് മെല്ലെ തേനൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട്. വീഡിയോ കണ്ടെല്ലാവരും ഇഷ്ടപ്പെടുക. പല പോരായ്മകളൊക്കെ ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് വ്യത്യസ്തമായ വീഡിയോസുകളൊക്കെ വരും. ഇവിടുത്തെ കുവൈത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാ കാഴ്ചകളും നിങ്ങൾ എത്തിക്കാൻ പരമാവധി ശ്രമിക്കൂ. നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ബോക്സിൽ ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്.